അയോധ്യയിൽ ഭീകരൻ പിടിയിൽ. ഫരീദാബാദിൽ നിന്ന് അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരനെയാണ് പിടികൂടിയത്. ഗ്രനേഡുകൾ ഉൾപ്പെടെ അബ്ദുൾ റഹ്മാന്റെ പക്കൽ നിന്നും കണ്ടെടുത്തു. വാർത്തയുടെ വിവരങ്ങളുമായി ഗൗതം ചേരുകയാണ്. ഗൗതം, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. അയോധ്യയിൽ ഭീകരൻ പിടിയിലായിരിക്കുന്നു. വിവരങ്ങൾ. നീലിമ, അതിലൊരു തിരുത്തുണ്ട്. അയോധ്യയിലല്ല പിടിയിലായിരിക്കുന്നത്, മറിച്ച് ഫരീദാബാദിലാണ്. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നാണ് ഈ ഭീകരൻ പിടിയിലായിരിക്കുന്നത്. മറിച്ച് അയോധ്യയിൽ ഭീകരാക്രമണത്തിനുള്ള പദ്ധതി ഇയാൾ തയ്യാറാക്കി എന്നുള്ളതാണ്. ഇയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അയോധ്യയിൽ ഒരു ഭീകരാക്രമണം നടത്തുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇയാൾ നടത്തിയത് എന്ന് പറയുന്നു. ഇയാളെ ഗുജറാത്തിൻ്റെ ATS ആണ്, ഗുജറാത്ത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇയാളെ ഈ ഫരീദാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 2 സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നു. അതായത് ഗ്രനേഡുകളും അതോടൊപ്പം തന്നെ ഈ സ്ഫോടനം നടത്താൻ ഉഗ്രശേഷിയുള്ള ബോംബുകളും മറ്റും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആയുധ ശേഖരം ഈ അബ്ദുൾ റഹ്മാന്റെ കയ്യിൽ നിന്നും പിടികൂടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളെ ഇന്നലെയാണ് പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ഈ വാർത്ത ഇപ്പോഴാണ് പുറത്തുവിടുന്നത്. അതായത് ഇന്നലെ ഞായറാഴ്ച ദിവസം വലിയൊരു ഓപ്പറേഷൻ ഇയാൾക്ക് വേണ്ടി ഗുജറാത്ത് ATSഉം അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും IB ഉൾപ്പെടെയുള്ള ഏജൻസികളും ചേർന്നുകൊണ്ട് ഇത്തരം ഒരു ഓപ്പറേഷൻ അവിടെ നടത്തുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇയാളെ ഫരീദാബാദിൽ നിന്നും പിടികൂടുന്നത്. ഇന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭീകരനെ പിടികൂടിയെന്നത് സംബന്ധിച്ചുള്ള വാർത്ത മാധ്യമങ്ങൾക്ക് ഈ കേന്ദ്ര ഏജൻസികളും ഗുജറാത്ത് ATSഉം നൽകുന്നത്. ഇപ്പോൾ ഗുജറാത്ത് ATSന്റെ പക്കലാണ് ഈ അബ്ദുൾ റഹ്മാൻ ഉള്ളത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അയോധ്യയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് അടുത്തോ അല്ലെങ്കിൽ രാമക്ഷേത്രത്തോട് ചേർന്നുള്ള മറ്റ് നിരവധി ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടത്തി വലിയ തോതിൽ ഭാരതത്തിൻ്റെ സർക്കാരിനും ഹൈന്ദവ സമൂഹത്തിനും പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വിധ്വംസക പ്രവർത്തനം നടത്തുക എന്നതായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ഗുജറാത്ത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭീകരാക്രമണം നടത്തുവാനുള്ള ഭീകരരുടെ ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ പൊളിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ മഹാകുംഭമേളയിൽ ഉൾപ്പെടെ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമം ഈ ഭീകരശക്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. കുംഭമേള നടക്കുന്ന സമയങ്ങളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ഒപ്പം അയോധ്യ, വാരണാസി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം 365 ദിവസവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഭീകരരുടെ ഒരു പ്രധാനപ്പെട്ട അവർ പ്രത്യേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളാണ്. നിരവധി തീർത്ഥാടകർ എല്ലാ ദിവസവും വന്നു പോകുന്ന സ്ഥലമാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് എല്ലാ ദിവസവും കനത്ത സുരക്ഷയാണ് അയോധ്യയിലാണെങ്കിലും വാരണാസിയിലാണെങ്കിലും മധുര ഇത്തരം സ്ഥലങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഒരുക്കിയിട്ടുള്ളത്. അതിനാൽ അത്ര വേഗം പഴയതുപോലെ നമുക്കറിയാം UPA സർക്കാരിൻ്റെയൊക്കെ കാലത്ത് രാജ്യത്ത് തുടർച്ചയായ സ്ഫോടന പരമ്പരകൾ നടന്നിരുന്നുവെങ്കിൽ 2014 ശേഷം ഇന്ത്യയിലെ ഒരു നഗരത്തിലും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലും സ്ഫോടനങ്ങൾ നടത്തിയിട്ടില്ല. അതിനാൽ അത്രത്തോളം ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. എന്തായാലും മറ്റൊരു ശ്രമം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. ഇയാൾ അയോധ്യയിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ബോംബ് ശേഖരങ്ങൾ ഇയാൾ നടത്തിയതും അതോടൊപ്പം തന്നെ ഈ കയ്യിൽ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന സമയത്തുൾപ്പെടെ ഇയാൾ ഗ്രനേഡുകളുമായാണ് നടന്നിരുന്നത്. അതിനാൽ ഒരു വൻ ഭീകരനെയാണ് ഗുജറാത്ത് ATS ഈ ഫരീദാബാദിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നീലിമ, ഗൗതം, ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇയാൾ ISIയുടെ പരിശീലനം നേടിയ പാകിസ്ഥാനി ആണ്, പാകിസ്ഥാൻ ഭീകരനാണ് എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഗുജറാത്ത്, ഹരിയാന ATSകൾ സംയുക്തമായാണ് ഇത്തരത്തിൽ ഈ ഭീകരനെ പിടികൂടുന്ന അവസ്ഥയുണ്ടായത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ISI ബന്ധം സ്ഥിരീകരിക്കപ്പെടുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങൾ ആ രീതിയിൽ വാർത്ത നൽകുന്നുണ്ട്. ഗൗതം,
നിലവിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ ഇയാൾക്ക് ISIയുമായി ബന്ധമുണ്ട് എന്ന് സംബന്ധിച്ചൊരു സ്ഥിരീകരണമാണ് ഗുജറാത്ത് ATS ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാന ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും അതോടൊപ്പം തന്നെ കേന്ദ്ര IBയും കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള IB അതോടൊപ്പം ഗുജറാത്ത് ATS ഇവർ മൂന്നും സംയുക്തമായ ഒരു ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. വളരെ പ്ലാൻഡായി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾക്ക് പിന്നാലെ ഈ കേന്ദ്ര ഏജൻസികളും ഗുജറാത്ത് ATSും ഉണ്ടായിരുന്നു. കാരണം ഇയാൾക്ക് മുൻപും ഭീകരബന്ധം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായതാണ്. അതിനാൽ ഈ ഫരീദാബാദ് സ്വദേശി തന്നെയാണ് ഈ പിടിയിലായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ. ഇയാൾ പാക് ചാര സംഘടനയുമായി ബന്ധമുണ്ടെന്നും ഒപ്പം തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ തലക്കി പിടിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകളുമായി വലിയ ബന്ധം പുലർത്തുന്നയാളാണ് ഈ പിടിയിലായത് എന്നാണ് നിലവിൽ ഗുജറാത്ത് ATS നമുക്ക് നൽകുന്ന വിവരം എന്നത്. സ്വാഭാവികമായും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ മറ്റു ഭീകരർ കൂടി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വെച്ചിരിക്കുന്ന പല പദ്ധതികൾ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ വിവരം ഈ ചോദ്യം ചെയ്യുന്ന ഗുജറാത്ത് ATSന് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയാൾ ചില്ലറക്കാരനല്ല. രാമക്ഷേത്രത്തിലും മറ്റും സ്ഫോടനത്തിനായി ശ്രമം നടത്തുന്നുവെന്ന് പറയുമ്പോൾ തീർച്ചയായും ISIS ഉൾപ്പെടെയുള്ള സംഘടനകളുമായും ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര ശക്തികളുമായും ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനാൽ വലിയൊരു പദ്ധതിയാണ് എന്തായാലും സുരക്ഷാ സേന പൊളിച്ചിരിക്കുന്നത്. ഇയാളെ വിശദമായി ഈ വരുന്ന മണിക്കൂറുകളിലെല്ലാം ചോദ്യം ചെയ്യുകയാണ്. അതിലൂടെ മറ്റു ഭീകരരിലേക്കുള്ള ലിങ്ക് കൂടി ഗുജറാത്ത് ATSനും അതോടൊപ്പം തന്നെ ഹരിയാന ATSനും ഒക്കെ ലഭിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല ഗൗതം, ഇയാൾക്ക് ഈ ഭീകരന് 19 വയസ്സ് മാത്രമാണ് പ്രായം എന്നതുകൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. നീലിമ, ഇയാൾ ഈ ഫരീദാബാദ് സ്വദേശി തന്നെയാണ്. 19 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ പിടിയിലായിട്ടുള്ള ഭീകരരിലെല്ലാം വളരെ ചെറുപ്പക്കാരാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആകർഷരാകുന്നത്. ജമ്മു കാശ്മീരിലാണെങ്കിലും വടക്കുകിഴക്കൻ മേഖലകളിലാണെങ്കിലും രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന ആളുകളുടെ പ്രായം നോക്കുമ്പോൾ പലപ്പോഴും അത് ചെറുപ്പക്കാരാണ്. ഇനിയും മധ്യഭാഗത്തുള്ള ദണ്ഡകാരുണ്യ വനമേഖല കേന്ദ്രീകരിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണെങ്കിലും അതിലും ചെറുപ്പക്കാരായിട്ടുള്ള വളരെ പ്രായം കുറഞ്ഞ ആളുകൾ ഇതിലേക്ക് പോയി വീഴുന്നത് കാണാം. ഇതിപ്പോൾ ഈ കേസിലും ഒരു 19കാരനാണ് ഈ പിടിയിലായിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ ലഭ്യമായത്, അതോടൊപ്പം തന്നെ ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ തുടർച്ചയായി നടക്കുന്നതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇത്തരം നിരവധി കാര്യങ്ങൾ നിലവിൽ ഇയാളെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭീകര ശക്തികളെ സംബന്ധിച്ചിടത്തോളം 2014 ശേഷം അവർ കൂടുതൽ അസ്വസ്ഥരാണ്. 2014 മുൻപുള്ളൊരു സാഹചര്യം എന്നത് രാജ്യത്ത് തുടർച്ചയായി സ്ഫോടനങ്ങൾ നടത്താൻ ഇവർക്ക് കഴിയുന്നുണ്ടായിരുന്നു. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ മാത്രം 5 ഭീകരാക്രമണങ്ങളാണ് നടന്നത്. അന്ന് ഭാരതത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ മാത്രം 3 ഭീകരാക്രമണങ്ങൾ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്നു. അങ്ങനെ തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ 1ഉം 2ഉം UPA സർക്കാരിൻ്റെ കാലത്ത് നടത്തി രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് മേൽ വലിയ ഭീഷണി ഉയർത്തുവാൻ ഈ വിധ്വംസക ശക്തികൾ ശ്രമിച്ചിരുന്നു. അവരുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഈ UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ ഭീകരർ ഈ പല നഗരങ്ങളിലും നടത്തിയിരുന്നത്. മെട്രോ നഗരങ്ങളിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പക്ഷേ 2014 ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിലോ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ഒരു ചെറു സ്ഫോടനം പോലും നടത്തുവാൻ ഈ ഭീകര ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് രാജ്യത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റം. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലെ ഇടപെടൽ, കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, സുരക്ഷാ സേനയ്ക്ക് എത്രത്തോളം കൂടുതൽ പവർ അവർക്ക് നൽകി എന്നതിൻ്റെയൊക്കെ കൃത്യമായ ഉദാഹരണമാണ്. 2014 മുൻപ് രാജ്യത്തെ വാണിജ്യ നഗരത്തിലും രാജ്യ തലസ്ഥാനത്തുമൊക്കെ തുടർച്ചയായി സ്ഫോടനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ 14 ശേഷം ഇങ്ങോട്ട് ഡൽഹി ആകട്ടെ മുംബൈ ആകട്ടെ അല്ലെങ്കിൽ രാജ്യത്തെ ഒരു മെട്രോ നഗരങ്ങളിലും ചെറുതോ വലുതോ ആയ സ്ഫോടനങ്ങൾ നടത്തി ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുവാൻ ഭീകരവാദികൾക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഒപ്പം അയോധ്യ, വാരണാസി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഈ 2014 മുൻപ് ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പലപ്പോഴായി സ്ഫോടനങ്ങൾ നടന്നു. വാരണാസിയിൽ നടന്നിട്ടുണ്ട്, അയോധ്യയിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രാധാന്യം കേന്ദ്ര സർക്കാർ എത്രത്തോളം ഈ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ്. എന്തായാലും ഈ ഭീകരനെ പിടിച്ചതിലൂടെ വലിയൊരു ആക്രമണം പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രം പോലെ ഒരു പ്രധാനപ്പെട്ട ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടത്താൻ ഇവർ ആസൂത്രണം ചെയ്ത് നടത്താൻ തീരുമാനിച്ചിരുന്ന വലിയ ഭീകരാക്രമണമാണ് പൊളിഞ്ഞു പോയിരിക്കുന്നത്.
നീലിമ. യെസ് ഗൗതം, വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അയോധ്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഭീകരൻ പിടിയിലായിരിക്കുന്നു. അബ്ദുൾ റഹ്മാൻ എന്ന ഭീകരനെ ഫരീദാബാദിൽ നിന്നാണ് പിടികൂടിയത്. ഗ്രനേഡുകൾ ഉൾപ്പെടെ അബ്ദുൾ റഹ്മാന്റെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് അബ്ദുൾ റഹ്മാൻ 19 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ്. ISIയുടെ പരിശീലനം ലഭിച്ച പാകിസ്ഥാനി ടെററിസ്റ്റ് തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗൗതമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.